ഹായ്, ഞാൻ സലു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ മണ്ണുത്തി അഗ്രോ ഫാമിനെ പറ്റിയാണ്. ഇത് മണ്ണുത്തിയിലല്ല, ഇത് നമ്മുടെ എറണാകുളത്ത് വെണ്ണലയിൽ ആലിൻചൂടുള്ള വെണ്ണല സഹകരണ മെഡിക്കൽ ലാബിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇന്നത്തെ വീഡിയോ ഒരുപാട് വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഫ്രൂട്ട് പ്ലാന്റ്സിനെ പറ്റി ഒരു നഴ്സറി വിസിറ്റ് നടത്തി അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടും കൊടുത്തിരിക്കുന്നത് ഫ്രൂട്ട് പ്ലാന്റ്സിനെ പറ്റിയാണ്. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ ഓരോ ഫ്രൂട്ട്സിൻ്റെയും പേരും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുന്നതാണ്. ഈ ഒരു അഗ്രോ ഫാമിൽ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇവിടുത്തെ സ്റ്റാഫാണ് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. ഇതാണ് നമ്മുടെ പീനട്ട് ബട്ടർ എന്ന് പറയുന്ന തൈ. ഇതിന് നമുക്ക് ഒരെണ്ണത്തിന് 100 രൂപയാണ് വില വരുന്നത്. നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന പീനട്ട് ബട്ടറിൻ്റെ തൈയാണത്. പിന്നെ ഇത് കദളി വാഴയാണത്. ഇത് ടിഷ്യൂ വാഴയാണത്. ഇതിന് ഒരു തൈന് 100 രൂപ അടുത്ത് വില വരുന്നുണ്ട്. ഇത് ലിച്ചിയാണത്. നമ്മൾ നേരത്തെ അവിടെ കണ്ടിരുന്ന ഇതിൻ്റെ ചെറിയ തൈയാണ്. ഇതിൻ്റെ അടുത്ത് കാണുന്നത് ഇതാണ് മാതളം. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് മാതളം. ഇതിനൊരു തൈന് 150 രൂപ അടുത്ത് വില വരും. 150 ലിച്ചിക്കും നമുക്ക് 150 രൂപ വില വരുന്നുണ്ട്. ഇത് ഫാഷൻ ഫ്രൂട്ടാണത്. ഫാഷൻ ഫ്രൂട്ടിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ചുവപ്പ് കളറുള്ളതും പിന്നെ മഞ്ഞ കളറുള്ളതും. അപ്പോൾ ആളുകൾ ചിലതിനോട് താല്പര്യം ചോദിച്ച് അങ്ങനെ നമ്മുടെ അടുത്ത് പറയും. ഇതിനൊരു വില 80 രൂപ ഒരു തൈന് വില വരുന്നത്. ഇത് ഓറഞ്ചാണത്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ നിൽക്കുന്നത് സപ്പോട്ടയാണ്. സപ്പോട്ട ഇത് ഒരു വെരിഗേറ്റഡ് എന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ട സപ്പോട്ടയാണത്. എല്ലാം നല്ല ടേസ്റ്റോടു കൂടി ഫലം തരുന്ന വൃക്ഷങ്ങളാണ് ഇതൊക്കെ. ഓറഞ്ച് ഇത് സാധാരണ നമ്മുടെ ഇവിടെ വളരെ അപൂർവമായിട്ട് വെക്കുന്നുണ്ടെങ്കിലും ഈ നമ്മുടെ കാലാവസ്ഥയിലും ഉണ്ടാവും ഓറഞ്ചെല്ലാം. അതിൻ്റെ പരിപാലനവും കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കായ്ഫലം തരുന്ന വൃക്ഷങ്ങളാണിതെല്ലാം. പിന്നെ ഇത് റംബൂട്ടാൻ. അതിൻ്റെ സൈഡിൽ നിൽക്കുന്നത് ഇത് റംബൂട്ടാനാണ്. ഇതെല്ലാം ഹൈബ്രിഡ്. അതെല്ലാം ബഡ് ചെയ്ത ഗ്രാഫ്റ്റ് ചെയ്ത് ബഡ് ചെയ്ത തൈകളാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ ഇത് ഒരു 1.5-2 വർഷം കൊണ്ട് ഇതിൽ പൂർണ്ണമായി കായ്ഫലം ഉണ്ടാവുന്ന വൃക്ഷങ്ങളാണ് ഇതെല്ലാം. ഇത് ചാമ്പ. ഇത് സീഡ്ലെസ് ഇനത്തിൽപ്പെട്ട ചാമ്പയൊക്കെയാണിത്. ഇതിന് വില എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വില 200 രൂപയാണ്. പിന്നെ ഇതെല്ലാം 2.5-3 വർഷം കൊണ്ട് ഇതെല്ലാം കായ്ഫലം തരും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൗൺ ഏരിയകളിൽ പലർക്കും സ്ഥലപരിമിതി ഉള്ളത് കാരണം നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് ഒതുക്കി വളർത്തി വെക്കാൻ പറ്റുന്ന തൈകളാണ് ഇതെല്ലാം ബഡ് ചെയ്ത്. അത് ഒരുപാട് ശിഖരങ്ങളൊന്നും അപ്പുറം പോവാതെ ഒതുങ്ങി വളർന്ന ടൈപ്പ് തൈകളാണ് ഇതൊക്കെ. ഓറഞ്ചിനൊക്കെ എത്ര വരും? ഓറഞ്ചിന് ഇതിനൊക്കെ ഒരു ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 1500 രൂപ വരും. ഈ വലിയ ടൈപ്പ് ഓറഞ്ചിന് വലിപ്പം അനുസരിച്ച് ചെടികളുടെ വിലയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. തൈകൾ ഇത് ഇപ്പോൾ നിലവിലില്ല. തൈകൾ ഇപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് വരുന്നുണ്ട്. ഇത് മുസംബിയാണത്. ഇതിന് ഒരു തൈന് വരുന്നത് 500 രൂപയാണ് ഇതിന് വില. ഇതെല്ലാം ഇപ്പം തന്നെ ഇതിൽ കായ്ഫലങ്ങൾ വന്നു തുടങ്ങി. ഇത് ഒരു 1.5 വർഷം കൊണ്ട് തന്നെ 1-2 വർഷം കൊണ്ട് തന്നെ ഇതിൽ കായ്ഫലം പൂർണ്ണമായിട്ടുണ്ടാവും. ഇത് ഒരുവിധം വലുതാവുന്ന ഒരു ടൈപ്പ് മരമാണത്. ഇതൊക്കെ ഇപ്പോൾ ഒരു 6 മാസം ഒരു പ്രായത്തിലുള്ള മരം ഇതാണ്. ഇതിനിപ്പോ എത്രയാ വരുന്നത്? ഇതിന് ഒരു തൈന് വരുന്നത് 500 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇത് മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൈയാണിത്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു 2-2.5 വർഷം കൊണ്ട് തന്നെ ഇതിന് നമുക്ക് കായ്ഫലം കിട്ടും. ഈ പഴത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പഴം നമ്മൾ ആദ്യം കഴിക്കുക. ഇത് കഴിച്ച ശേഷം ഇതിൻ്റെ പുറത്ത് ഒരു ചെറുനാരങ്ങ പകുതി അരിഞ്ഞിട്ട് അത് നമ്മൾ വെറുതെ ഒന്നും ചേർക്കാതെ വെറുതെ നമുക്കതിൽ നീര് ഇറക്കി കഴിഞ്ഞാൽ വളരെ മധുരിച്ച് സർബത്ത് കഴിക്കണ പോലെ മധുരിച്ചായിരിക്കും ഇത് ഇറങ്ങണത്. ഇത് പലരും
വളരെ ചെറിയൊരു ചെറിയ കായ, റെഡ് കളർ കായാണ്. വളരെ ചെറിയൊരു കായാണ്. നമുക്കൊരു 1/2 ഇഞ്ച് പോലും വലിപ്പം ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു കായാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇതിന്റെ വില എത്രയാണ്? ഇതിന് വില വരുന്നത് ഇതിന് 150 രൂപയാണ് ഇതിന് വില വരുന്നത്. 150. ഇത് മുള്ളാത്തയാണ്. മുള്ളാത്ത ഇത് നമ്മുടെ ഈ ലുലു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പഴം അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഭയങ്കര വിലയാണ് ഈ പഴത്തിന്, ഈ ചെടിയുടെ. ഇത് മെയിൻലി ഇത് പലരും പറയുന്നുണ്ട് ക്യാൻസർ രോഗത്തിന് വളരെ ഇതിൻ്റെ കായ്ഫലം വളരെ ഔഷധ ഗുണം ഉള്ളതാണ്, അതിന് ഉപയോഗിക്കുന്നതാണെന്ന് പറയാറുണ്ട്. ഇത് 100 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് ലൂബിക്കയാണ്. ലൂബിക്ക ഇതിൻ്റെ വില വരുന്നത് 150 രൂപയാണ് ഒരു പ്ലാന്റിന്. പിന്നെ ഇത് ലിച്ചിയാണത്. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഇതിന് 100 രൂപ വില വരുന്നുള്ളൂ. ഇത് സപ്പോട്ടയാണത്. ഇതിന് ഒരു പ്ലാന്റിന് നമുക്ക് വരുന്നത് 150 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇത് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ സുലഭമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ബഡ് ചെയ്ത ഐറ്റംസ് ആണ് അതെല്ലാം. ഇത് മാവ്, ഇത് നാസി പ്രസന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇനമാണ്. ഇതിന് 110 രൂപയാണ് ഇതിന് വില. ഒരു അടി 1.5 അടി ആയിട്ടുള്ള തൈകളാണ് ഇതൊക്കെ. എല്ലാം ഒരു 2 വർഷം 2.5 വർഷം കൊണ്ട് കായ്ഫലം തരും. ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇത് പേരക്ക വിഭാഗത്തിൽപ്പെട്ട പല വെറൈറ്റികളിലുള്ള പേരക്കകളാണ് അതെല്ലാം. ഇതിലെ കിലോ പേര എന്ന് പറയുന്നത് വളരെ സുലഭമായിട്ട് നമ്മൾ എല്ലാവരും കൊണ്ടുപോകുന്ന ഇനമാണ്. 1 കിലോ അടുത്ത് വരും ഒരു പേരക്ക, അതാണ് കിലോ പേര എന്ന് പറയുന്നത്. പിന്നെ റെഡ് ആപ്പിൾ ഗുവ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ പേരക്ക ചുവന്ന കളറായിരിക്കും. ഇത് കുരു അധികം ഉണ്ടാവില്ല ഈ പേരക്കയ്ക്ക്. ഇതിന്റെ നിറം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിന്റെ ഇലകൾ ഇങ്ങനെ ചുവന്ന ടൈപ്പിലായിരിക്കും ഉണ്ടാവുക. ഇതിന് വില വരുന്നത് 200 രൂപയാണ് ഇതിന് വില വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ലിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള പഴമാണത്. ലിച്ചി പഴത്തിൻ്റെ തൈയാണ്. നമ്മുടെ ഇവിടെ മണ്ണുത്തി ഭാഗങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും ഈ അഗ്രോ ഐറ്റംസിൽ കൂടുതലായും കൊണ്ടുപോകുന്ന ഇനങ്ങളൊക്കെയാണിത്. ലിച്ചി, ജാക്ക്ഫ്രൂട്ട്, മാംഗോ, റംബൂട്ടാൻ. ഇതിന് വില വരുന്നത് ഇതിന് 150 ഇതിന്റെ വില വരുന്നത്. ഇത് എത്ര നാൾ കൊണ്ട്? ഇത് നമുക്ക് എല്ലാം ഒരു 2 വർഷം ഒരു കാലയളവിൽ കായ്ഫലം കിട്ടും. പിന്നെ ഇത് ലക്ഷ്മി തരു എന്ന് പറയും. ഇതിന് ഇതൊരു ഇതുപോലെ തന്നെ ഒരു മെഡിക്കൽ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇതായിട്ട് ഉപയോഗിക്കുന്നതാണിത്. ഇതിന്റെ വില ഇത് 200 രൂപ ഇതിന് വില വരുന്നുണ്ട്. ഇത് ചെറുനാരകം. ഇതിന്റെ വില എന്ന് പറയുന്നത് 120 രൂപയാണ് നമ്മളിവിടെ കൊടുക്കുന്ന റേറ്റ്. ഇതെല്ലാം ബഡ് ടൈപ്പ് തൈകളാണ്. ഇത് 2-2.5 വർഷം കൊണ്ട് ഇതിന് പൂർണ്ണമായി വളർച്ചയെത്തുകയും കായ്ഫലം തരികയും ചെയ്യുള്ളൂ. പിന്നെ ഇത് എന്ന് പറയുന്നത് ഒരു തേൻവരിക്ക, പ്ലാവിൻ്റെ ഇനത്തിൽപ്പെട്ട തേൻവരിക്ക എന്ന് പറഞ്ഞ ഇനമാണിത്. അതിൽ തന്നെ 3-4 ടൈപ്പ് പ്ലാവുകളുണ്ട്. ഗംലസ് ഉണ്ട്. ഗംലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പശ ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ തൊട്ട് പുറകിലിരിക്കുന്നത് ഓൾ സീസൺ. എല്ലാ സീസണിലും ചക്ക ഫലം തരുന്ന ഒരു വൃക്ഷമാണത്. പിന്നെ ആയുർ ജാക്ക് അല്ലെങ്കിൽ വിയറ്റ്നാം ജാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇനമുണ്ട്. അതിപ്പോൾ നിലവിൽ തീർന്നിരിക്കുകയാണ്. അത് നെക്സ്റ്റ് വീക്ക് സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ അതിൻ്റെ വലിയൊരു മരം നമ്മളവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതും ഒരു 2.5-3 വർഷം കൊണ്ട് ഈ പറയുന്ന എല്ലാം കായ്ഫലം തരുന്ന ഇനമാണ്. ഇത് മിനിച്ചർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട പേരക്കയാണ്. ഇതിന് വില 400 രൂപ വരും. ഇതിൽ വളരെയധികം ചെറിയ പേരക്കകൾ വളരെയധികം ഉണ്ടാവുന്നതാണ്. ഇതതുപോലെ ഒരുപാട് പടർന്ന് പന്തലിക്കാതെ വളരെ ബുഷായിട്ട് ഒരു ചെടിച്ചട്ടിയിലൊക്കെ വളർത്താവുന്ന ടൈപ്പ് പേരക്കയാണത്. പിന്നെ അതുപോലെ ഇത് കിലോ പേര. പിന്നെ അതുപോലെ കിലോ പേരക്ക് മിനിച്ചറിന് 400 രൂപയാണ് അതിന് വില വരുന്നത്. കിലോ പേരക്ക് 225 രൂപ അടുത്ത് വരും. ഇതെല്ലാം ചൈനീസ് പേരക്കകളാണ്. ചൈനീസ് പേരക്ക വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ്. ഇതിന്റെ പേരക്കയൊക്കെ ഇതൊരു മീഡിയം വലുപ്പത്തിലുള്ള പേരക്കകളാണ് ഇതെല്ലാം.
നമ്മുടെ ഇവിടെയൊക്കെ ചെമ്മീൻ പുളി എന്ന് പറയുന്ന ഒരു തൈ ഉണ്ടല്ലോ, അതിൻ്റെ ഇതാണ്, ചെടിയാണ്. ഇരുമ്പാമ്പുളി എന്ന് പറയും. ഇതിന് വരുന്നത് 150 രൂപയാണ് ഇതിനൊരു തൈന് വരുന്നത്. പിന്നെ ഇത് മാംഗോസ്റ്റിൻ. ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് റെഡ് ആപ്പിൾ ആണിത്. മാംഗോസ്റ്റിൻ എത്രയാണ് വരുന്നത്? ഇതിന് വില വരുന്നത് മാംഗോസ്റ്റിന് നമുക്ക് 400 രൂപയാണ് ഇതിന് വില വരുന്നത്. 400 രൂപ. ഇത് നമുക്ക് ഇതിന് മലയൻ ആപ്പിൾ എന്നാണ് നമ്മുടെ മണ്ണുത്തി ഭാഗങ്ങളൊക്കെ അറിയപ്പെടുന്നത്. ഇതിന് വില വരുന്നത്, ഇതിന് 400 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇത് എത്ര നാളുകൊണ്ട്? ഇതെല്ലാം ഒരു 2.5-3 വർഷം കൊണ്ട് ആവും ഇതെല്ലാം. ഇത് കശുമാവാണത്. അതും ഒരു 1.5 അടി വലുപ്പമുള്ള പ്രായമുള്ള കശുമാവിൻ തൈകളാണ്. ഇതിന് വില വരുന്നത് 250 രൂപയാണ് ഇതിനൊരു തൈന് വില വരുന്നത്. ഇതാണ് നമ്മുടെ ഗണപതി നാരങ്ങ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇത് നമ്മുടെ വലിയ നാരങ്ങയാണത്. ഇതിന് വില വരുന്നത് 200 രൂപയാണ് ഇതിന്റെ പ്ലാന്റിന് വില വരുന്നത്. ഇത് ചാമ്പ. ഇത് നാടൻ ചാമ്പയാണത്. ഹൈബ്രിഡ് അല്ല, ഇത് സാധാരണ നാടൻ ചാമ്പയാണ്. ഇതിനൊക്കെ എത്ര വരും? ഇതിനൊക്കെ 50 രൂപ 100 രൂപ വില വരുന്നത്. പിന്നെ ഇത് തിപ്പല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. തിപ്പല്ലി ഇത് നമ്മളൊരു ആയുർവേദിക് മെഡിസിൻ ആയിട്ട് നമ്മൾ ഈ പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് വില വരുന്നത് 100 രൂപയാണ്. ഇത് സപ്പോട്ടയാണത്. ഇത് ഹൈബ്രിഡ് ആണത്, ഗ്രാഫ്റ്റഡ് ആയിട്ടാണ്. ഇത് ഗന്ധരാജൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. ഗന്ധരാജൻ നമ്മുടെ ഇതിന് വലിയ പ്ലാന്റിനും 200 രൂപ വരും, ചെറുതിന് 70 രൂപ ആ റേഞ്ചിലേ വരുന്നുള്ളൂ. നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകതകൾ. എല്ലാ വെജിറ്റബിൾസിൻ്റെയും സീഡ്സ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.